ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഒരു എമർജൻസി കേസ്. ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ സാദിഖ്. അത്യാവശ്യമായി ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. സോറി, ഡോക്ടർ സാദിഖിന് അറിയാവുന്നതാണല്ലോ ഇന്നെൻ്റെ മാരേജ് ആയിരുന്നു എന്ന്. സോ ഐ കാൺ. മാഡം, ജസ്റ്റ് 1 മണിക്കൂർ മതിയെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് വല്ലാതെ വേദനിച്ച് കരയുന്നു. ഷീസ് ക്യാരിയിങ്. ഡോക്ടർ മഹിമയെ വിളിച്ചു, കിട്ടുന്നില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലാണോ? യെസ് ഡോക്ടർ. 6 മാസം കഴിഞ്ഞ് പ്രഗ്നൻസിയാ. അബോഷനായ ഒരുപക്ഷെ കുഞ്ഞും അമ്മയും. ഓക്കെ ഓക്കെ, ഞാൻ വരാം. ഒരു എമർജൻസി ഹോസ്പിറ്റലില്. ഇന്ന് പോണോ? വാട്ട്? ഇന്ന് പോയാൽ വീട്ടുകാർക്ക് എന്ത് തോന്നും? വാട്ട് നോൺസെൻസ്. ഒരു ഗർഭിണി എന്ന് പറഞ്ഞാൽ 2 ജീവനാ. കാർത്തിക് എന്താ ഇങ്ങനെ? പാവങ്ങൾക്ക് വേണ്ടി നാട് മുഴുവൻ ഓടി നടക്കുന്ന നിങ്ങളാണോ? സദ്യയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ. എവിടെ പോവുക മോളെ? ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി ഉണ്ടമ്മേ. ഇന്ന് പോണോ? അങ്ങനെ ദിവസത്തിന്റെ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ ഒരു ഡോക്ടർക്ക്. ജീവനല്ലേ വലുത്. പോയിട്ട് വരാം. വേണ്ട, ഇന്നത്തെ ദിവസം പുറത്തു പോകാനോ? നടക്കില്ല. ഇന്ന് ശാന്തി മുഹൂർത്തം കുറിച്ചു വെച്ചിരിക്കുക. രാത്രി 10:45. എന്താ മനസ്സിലായില്ല? അല്ല മോളെ, അത് ആദ്യം അഭിരാമി അകത്തു പോ. കാര്യങ്ങളൊക്കെ കാർത്തിക് പറഞ്ഞോളൂ. കാർത്തിക്, എന്താ കാർത്തിക് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭി, വിവാഹം കഴിഞ്ഞ ദിവസമല്ലേ? ഇന്ന് പുറത്തു പോകാതിരിക്കുന്നതല്ലേ നല്ലത്? കാർത്തിക് തന്നെയാണോ ഈ പറയുന്നത്? മറ്റെന്തിനേക്കാളും വലുത് രോഗിയുടെ ജീവനും ആരോഗ്യവുമാണെന്ന് ഗ്രാമങ്ങൾ തോറും പറഞ്ഞു നടന്ന് ക്യാമ്പുകൾ നടത്തിയ ആ കാർത്തിക്കാണോ ഇത്? എനിക്ക് പോയേ പറ്റൂ. നേരം സന്ധ്യ ആവാറായി. ഇനി ഇപ്പൊ പോയാ എപ്പോ തിരിച്ചു വരാനാ? അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പോകുന്നത് സർക്കാർ ഓഫീസിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞത്. അനുസരണക്കേട് കാണിക്കരുത്. ഇത് അനുസരണക്കേടൊന്നുമല്ല, ഒരു പ്രഗ്നൻസി കേസാ വിളിച്ചു പറഞ്ഞത്. 2 ജീവനാ എനിക്ക് രക്ഷിക്കാനുള്ളത്. മറ്റെന്തിനേക്കാളും പ്രാധാന്യം മനുഷ്യന്റെ ജീവനല്ലേ? അപ്പോ ആര് തടഞ്ഞാലും അഭിരാമി പോവും. തടയാതിരിക്കുക മനുഷ്യത്തുണ്ടെങ്കിൽ. കാർത്തിക്, നീ എന്തു പറയുന്നു? അഭി, അത് കാർത്തിക് പ്ലീസ് ഒന്നും പറയാതിരിക്കുക. ദാറ്റ്സ് ബെറ്റർ. ദോഷസമയത്ത് അവളുടെ കാൽവരവ്. അടിയോടിയെ വിളിച്ച് ഒന്ന് കവിടി നിരത്തി നോക്കണം. അയ്യോ, മോൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? എന്താ മോനെ? ഹേയ്, ഒന്നുമില്ല, വെറുതെ വന്നതാ. അല്ല, എല്ലാരും എന്തിയെ? വീട് പൂട്ടിട്ടിരിക്കുക. പൂട്ടിയിട്ടിരിക്കുന്നു? ഓ, ചെലപ്പോ താഴത്തെ കോവില് പോയി കാണും. മോമ്പാ, അവരിപ്പോ വരും. കാർത്തുവെച്ചി, മോക്കിപ്പോ എങ്ങനെയുണ്ട്? തലയില് രക്തം കട്ട പിടിച്ചിരിക്കല്ലേ ബാല. കൊറേ കാലം എടുക്കും ഓർമ്മയൊക്കെ ശരിയാവാൻ. ഇളയ കൊച്ചിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ വന്ന് നിൽക്കുന്ന ആ കൊച്ചില്ലേ, ബാലാമണി, അവളുടെ കാര്യമാണ്. അയ്യോ, ബാലയ്ക്കെന്തു പറ്റി? ഞാനൊന്നും അറിഞ്ഞില്ല. അതിന് പെട്ടെന്നൊരു വയറുവേദന. ലക്ഷ്മി കൊച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. നമ്മുടെ ഗോപാലേട്ടനാ കടവ് കടത്തി ഓട്ടോ പിടിച്ചു കൊടുത്തത്. മോമ്പാ, നമുക്കൊന്ന് പോയി നോക്കാം. ചേട്ടാ, ഇവരെ ഒന്ന് അക്കരെ കടത്തി വിട്ടേ. അല്ല, ഏത് ഹോസ്പിറ്റലായിരിക്കും? രാഘവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അവനെ മോനൊന്ന് വിളിച്ചേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല.
പെട്ടെന്ന് എന്തോ ഒരു എമർജൻസി. ഞാൻ 2 ദിവസം ലീവായിരുന്നില്ലേ? സോറി ഡോക്ടർ, വിളിപ്പിച്ചത് ഡ്യൂട്ടി റൂമിൽ നിന്നാ. ആ എന്താ ഡോക്ടർ? ഞാനാ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞത്. ഒരു പ്രഗ്നൻസി 6 മാസം കഴിഞ്ഞതാ. എനിക്കെന്തോ ഒരു കോംപ്ലിക്കേഷൻ തോന്നി, സംതിങ് സീരിയസ്. അവർക്ക് നല്ല പെയിനുണ്ട്, അതാ ഡോക്ടറെ വിളിപ്പിച്ചത്. ഡോക്ടറെ, എന്റെ അനിയത്തിയ പെട്ടെന്ന് വേദന കൂടി. ഡോക്ടറെ എനിക്കറിയാം, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പെരുമ്പല്ലൂര്. അന്ന് മെഡിക്കൽ ക്യാമ്പിന് വന്നപ്പോ രക്ഷിക്കണം ഡോക്ടറെ. നോക്കാം. യു പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്, ഞാൻ നോക്കട്ടെ. ബാലാമണി, നീ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അമ്മയടുത്ത് ഈ നിമിഷത്തിലെങ്കിലും നീ പറയുന്നതൊന്ന് വിശ്വസിക്കണം. മരിച്ചുപോയ എൻ്റെ അമ്മയാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പനാണ്. അരുതാത്ത രീതിയിൽ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല ആനന്ദ് സാറ്. ഈ വേദന മുഴുവൻ സഹിച്ചോണ്ട് ഭഗവാന്റെ മുമ്പില് ഭജനയിരിക്കുന്ന ശുദ്ധിയോടെ ഞാൻ പറയുക, ഇത് അനന്തവേട്ടന്റെ കുഞ്ഞാ. ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാനും എന്റെ കുഞ്ഞ് ഇതോടെ മരിച്ചോട്ടെ. തെറ്റും ശരിയും സത്യമൊന്നും പ്രൂവ് ചെയ്യാനുള്ള സമയമല്ലിപ്പോ. കുഞ്ഞിന്റെ പൊസിഷൻ മാറി 7 മാസം ആവല്ലേ. ഈ സമയത്ത്
ഒരു അബോർഷൻ ഉണ്ടാവരുത്. ഇറ്റ്സ് ടു ഡേഞ്ചറസ്. അഭിയടുത്തേക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. പക്ഷെ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് എന്നെ ജീവിക്കാൻ വിടരുത്. ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കണം. മരിച്ചാലും അങ്ങനെ തന്നെ. ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ഓടി വന്നത് പേഷ്യന്റ് ബാലാമണിയാണെന്ന് വിചാരിച്ചിട്ടല്ല. പേഷ്യന്റ് ആരായാലും അവരുടെ ജീവനാണ് ഡോക്ടർക്ക് വലുത്. സോ ആസ് എ ഡോക്ടർ ഞാൻ എൻ്റെ കടമ ചെയ്യും. അമ്മേ, ഹലോ. എത്ര തവണയായി രാഘവ നിന്നെ ഞാൻ വിളിക്കുന്നു, ഇതെന്താ കിട്ടാത്തെ? അറിയില്ല, റേഞ്ച് ഇല്ലായിരുന്നിരിക്കും. എന്തു പറ്റി? നീ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വാ. ബാലാമണി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, എന്താ ബാലാമണിക്ക് പറ്റിയത്? അവൾക്ക് പെട്ടെന്ന് വയറ്റിനൊരു വേദന. എന്നിട്ട് നീ ഇങ്ങോട്ട് വാ, അമ്മയൊന്ന് അറിയിക്കണം. പെട്ടെന്ന് വാ. ആ ശരി. എന്താ മോളെ? അമ്മ ഇങ്ങ് വന്നല്ലോ. ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇപ്പൊ ഞാൻ വീണുപോയേനെ. ലച്ചു, ബാലമണിക്ക് എന്താ പറ്റിയേ? രാവിലെ മുതല് വയറിനെന്തോ വിഷമമുണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര വേദന. ഞാനും കൊച്ചും മാത്രമല്ലേ ഉള്ളൂ, ആരെയും വിളിച്ചിട്ടും കിട്ടിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അറിയില്ല, ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ തുരുത്തിലെ ക്യാമ്പിന് വന്ന ഡോക്ടറാ. ഓരോരോ കഷ്ടകാലങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ എന്റെ ഈശ്വര. അഭിയെടുത്തേ എന്റെ കുഞ്ഞ്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. രക്ഷിക്കും. അഭിയെടുത്തല്ലേ പറയുന്നേ, രക്ഷിക്കും. കൂടുതൽ പേടിച്ച് BP കൂട്ടാതിരുന്നാ മതി. പ്രഷർ കൂടിയ കുഴപ്പമാവും. അമ്മേ, അമ്മ രച്ചുവിനെ കണ്ടോ? നീ കൊച്ചിനെ കൊണ്ടാണോ വന്നത്? ഞാൻ വിചാരിച്ചു ദിവാകരന്റെ വീട്ടിലാക്കിയിട്ടാ പോന്നതെന്ന്. അല്ലമ്മേ, ഞാൻ കൊച്ചിനെ കൊണ്ടാ വന്നത്. ഡ്യൂട്ടി റൂമിന് അരികിലിരുത്തിയിട്ട് ഒരു നഴ്സിനോട് നോക്കിക്കൊള്ളേന്ന് പറഞ്ഞിട്ടാ ബാലമണിയും കൊണ്ട് ഞാൻ ലേബർ റൂമിലേക്ക് വന്നത്. അവര് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. കൊച്ചിനെ ഇപ്പൊ അവിടെ കാണുന്നില്ല. അയ്യോ, പിന്നെ എവിടെ പോയി? എനിക്കറിയില്ല.
ഫയൽ ചെയ്തേക്കൂ. ഓക്കെ മാഡം. മേ ഐ? ക്ഷമിക്കണം, ഒരു കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നില്ലെന്നറിയാം. പക്ഷേ ചിലത് അനിവാര്യമായിട്ട് വരും. സത്യത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഇവിടെ അഭിയാന്നറിയാതെയാ ബാലാമണി ഇവിടെ കൊണ്ടുവന്ന്. ഞാനും ഇപ്പോഴാ അറിയണേ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ആനന്ദിനു വേണ്ടി ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കരുത്, അത്രമാത്രം മതി. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ബാലാമണിയുടെ വയറ്റി വളരുന്നത് എൻ്റെ അനിയൻ്റെ കുഞ്ഞാണ്. എന്താ എന്താ മേ? മോനെ, കൊച്ചിനെ കാണുന്നില്ല. ആരെ? രച്ചുനെയോ? അയ്യോ, ബാലാമണിയും കൊണ്ട് ലച്ചു പോന്നപ്പോ കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ കൊച്ചിനെ കാണുന്നില്ല. അമ്മ ടെൻഷൻ ആവണ്ട, അവൾ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഇല്ല മോനെ, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. ബുദ്ധിയും ബോധവും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയതാവോ? ഏയ്, പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കട്ടെ. മോളെ, മോളെ എവിടെ പോവാ? പൂവ് തന്നില്ല. ആര്? മോള് നിന്നേ. മോള് എവിടുന്നാ? മോക്ക് പൂ വേണോ? പൂ തരാം, വാ. എന്നത്താ? എന്റെ കൂടെ വാ, നല്ല റോസാപ്പൂ തരാം, വാ. സർ, ബാലാമണിക്ക് എന്താ പറ്റിയേ? രാഘവ, രച്ചുവിനെ കാണാനില്ല. എന്താ? ബാലാമണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ രച്ചുവിനെയും കൂടെ കൂട്ടിയിരുന്നു. ഇപ്പൊ കുട്ടിയെ കാണാനില്ല. ഈശ്വര, അവളെപ്പോലൊരു കുട്ടി പുറത്തേക്ക് പോണത് കണ്ടുവന്ന് ചിലർ പറയണുണ്ട്. എന്തായാലും ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോവാനാ? അതറിയില്ലല്ലോ. രാഘവൻ വണ്ടിയിലല്ലേ വന്നേ? അതെ. അപ്പോ നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിക്കായിട്ട് പോയി നോക്കാം, വാ. മോനെ, മോനെ രാഘവ, എവിടെയെങ്കിലും പോയി നമ്മുടെ കൊച്ചിനെ കണ്ടുപിടിക്കണ. കണ്ടുപിടിക്കാമേ, വാ. രാഘവ, നീ ബൈപ്പാസ് വഴി പോയി നോക്ക്. ഞാൻ എതിരെയുള്ള വഴിക്ക് പോവാം. സിഗ്നൽ കഴിഞ്ഞ് ലെഫ്റ്റ് പിടിക്കണം. ഞാൻ റൈറ്റ് തിരിയാം. അപ്പൊ എവിടെയെങ്കിലും വെച്ച് നമ്മൾ തമ്മിൽ കാണും. ഓക്കെ? ഫോണിൽ ഞാൻ വിളിക്കാം. இந்த குழந்தைக்கு மூளை கம்மி. ஒரு ரோஜாப்பூ கேட்டு வந்தா, கொடுத்தா நம்ம கூட வருவா. பூ வேணுமா? பூ வேணும் அம்மாக்கு? തരാട്ടാ, പൂവ് തര. ബാലാമണി, ഇപ്പൊ വേദന കുറവില്ലേ?
വീഴ്ത്തി എന്റെ കുഞ്ഞ്. ഏയ് ഒന്നും വരില്ല. അഭിയടുത്തില്ല അടുത്ത്. സാരമില്ല കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ഒരസുഖവും ഉണ്ടാവില്ല. ഉറങ്ങിക്കോളൂ. അഭിയടുത്തെ എന്റെ